ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഡിന്നർ റെസിപ്പി നോക്കാം. മുട്ട റോസ്റ്റും പാലടയാണ്. ആവശ്യമായ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് 3 സവാള സ്ലൈസ് ചെയ്ത് 2-3 പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് ഓയിലിൽ സോട്ട് ചെയ്തെടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ല കുഴഞ്ഞ പരുവത്തിലാവണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പൊളിച്ച് വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചതച്ച് ക്രഷ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ സോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇടുക. പിന്നെ ഒരു വലിയ തക്കാളി എടുക്കുക. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഈ മിക്സിലേക്ക് നമുക്ക് ഇടാവുന്നതാണ്. പിന്നെ ആവശ്യാനുസരണം വെള്ളം ഇതിലൊഴിക്കുക. വെള്ളം ഒഴിച്ച് കുക്കർ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വെക്കുക. അതിനോടൊപ്പം പാലട തയ്യാറാക്കാൻ തേങ്ങ എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് തേങ്ങാപ്പാൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ കുതിർത്ത പച്ചരിയിൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്യണം. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഒരു സ്ട്രെയിനർ വഴി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അരിച്ച് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി വരുന്ന പച്ചരിയും തേങ്ങാപ്പാലും പിന്നെ ഒരു മുട്ടയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അടിച്ച് ഈ സ്ട്രെയിനർ വഴി സ്ട്രെയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഇങ്ങനെ ചുറ്റിച്ച് ഓരോ തവി വീതം ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ ഈ കാണുന്നത് പോലെ ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. പിന്നെ ആ കോർണറിൽ നിന്ന് ജസ്റ്റ് ഒരു ഫോൾഡ് കൂടെ ചെയ്യണം. അപ്പം നമ്മുടെ യമ്മി ആയിട്ടുള്ള പാലാട ഇവിടെ റെഡിയായിരിക്കുകയാണ്. അതോടൊപ്പം മുട്ട റോസ്റ്റും റെഡിയായി. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഡിന്നർ റെസിപ്പി നോക്കാം. മുട്ട റോസ്റ്റും പാലടയാണ്. ആവശ്യമായ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് 3 സവാള സ്ലൈസ് ചെയ്ത് 2-3 പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് ഓയിലിൽ സോട്ട് ചെയ്തെടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ല കുഴഞ്ഞ പരുവത്തിലാവണം. അതിനുശേഷം